സ്പെയിൻ അർജന്റീന എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ എളുപ്പമല്ലെന്നാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ പറയുന്നത്. അവസാന 20 മിനിറ്റ് കളം നിറഞ്ഞ് കളിക്കുന്ന അർജന്റീന തന്ത്രം ഇന്ന് സ്പെയിൻ കുതിരപ്പോട്ടിട്ട് പൂട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഫൈനലിൽ ഇതുവരെ കാണാത്ത ശൈലികൾ ഇരു ടീമും പുറത്തെടുക്കുമെന്നാണ് മലപ്പുറത്തുകാരുടെ പ്രതീക്ഷ. അപ്പോൾ ഇനി ഫൈനൽ വിസിലിന് അധികം സമയമൊന്നുമില്ല. മലപ്പുറം ആ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിന്റെ ആവേശത്തിലാണ്, എൻ്റെ കാത്തിരിപ്പിലാണ്. അർജന്റീനയുടെ വലിയൊരു ആരാധക വൃന്ദം നമ്മോടൊപ്പം ചേരുന്നതിന് ഒപ്പം അതിൽ CR7 ടീമുണ്ട്. നമ്മൾ കുട്ടികളാണ്, ഇവരുള്ളത് കോട്ടപ്പാടി മൈതാനത്താണ്. അവരെ പരിശീലനം കഴിഞ്ഞ് നിൽക്കണം. ഒപ്പം മലപ്പുറത്തെ ഫുട്ബോൾ സ്നേഹികളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യം കുട്ടികളോട് തന്നെ ചോദിച്ചിട്ട് വരാം, എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? ഫ്രാൻസിന്റെ ഒപ്പം എന്താ പറയാ, ഫ്രാൻസും ജർമ്മനിയും അങ്ങനെയാണ്. അർജന്റീന പൊട്ടും. അർജന്റീന പൊട്ടും. നിങ്ങളൊക്കെ ശരിക്കും CR7 ഫാൻസ് ആണോ? നെയ്മർ ഫാൻസ് ആണ്. എന്താണ് നെയ്മർ ഫാൻസ്? പിന്നെ അപ്പൊ ഇന്ന് ആരാ ജയിക്കുക? ഇന്നിപ്പോ ഫ്രാൻസ്, ഇതിപ്പോ ബ്രസീൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ ആരാ ജയിക്കുക? സ്പെയിനാണോ അർജന്റീനയാണോ? ആരാ ജയിക്കുക? സ്പെയിൻ ആയിരിക്കും. അർജന്റീന ജയിക്കൂല. എന്താണ്? അർജന്റീന ജയിക്കും. അതാണ് ഒരാളുടെ കൂടെ. ആരാ കളിക്കുക? എന്താണ് മെസ്സി ഇന്ന് ഹാട്രിക് അടിക്കോ? എന്താണ്? 2-3 ഗോളൊക്കെ അടിക്കും. എവിടെ അർജന്റീന ആരാധകനാണോ? എന്താണ് അർജന്റീന ജയിക്കും? അവര് സമ്മതിക്കില്ലല്ലോ, മറ്റൊരു സമ്മതിക്കില്ലല്ലോ. സ്പെയിൻ തോൽക്കും. എന്താണ് പക്ഷേ? ആദ്യം സ്പെയിൻ ജയിക്കും, പക്ഷെ അവസാന ജയം അർജന്റീന. അതങ്ങനെയാണ് അവര് എന്താ പറയാ, അർജന്റീനയുടെ കോച്ച് അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. മുമ്പത്തെ എല്ലാ കളികളും നോക്കിയറിയാം, അവസാന 20 മിനിറ്റ് അർജന്റീനക്ക് കളിക്കാനുള്ളതാണ്. അത് ബാക്കിയുള്ള എല്ലാ 70 മിനിറ്റും ഒരു വാമപ്പാണ്. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അത് നമ്മൾ ഇംഗ്ലണ്ടിന് വന്നപ്പോഴും അത് പറഞ്ഞു, മുമ്പ് ഈജിപ്തിനായിട്ട് ചെയ്തപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ. പക്ഷേ എൻ്റെ വിശ്വാസം ഇതുവരെയുള്ള കളി കണ്ടതിലും അതിൽ നിന്നൊക്കെ നമുക്ക് കാണുന്ന ഒരു കാഴ്ച, അർജന്റീന തന്നെ കപ്പടിക്കും. അർജന്റീന ഗോൾ അടിക്കുന്നതോടൊപ്പം ഗോൾ വഴങ്ങും ചെയ്യുന്നുണ്ട്. സ്പെയിൻ അങ്ങനെയല്ല, സ്പെയിൻ ഏറ്റവും കുറഞ്ഞ ഗോൾ വഴങ്ങിയ ഒരു ടീം കൂടിയാണ്. പക്ഷെ അവരെ പോരാട്ട വീര്യം ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, 20 മിനിറ്റ് 25 മിനിറ്റ് അത് അവർ കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ള ടീമുകൾ എപ്പോഴും അവരെ എനർജി പോകുന്ന സമയത്താണ് അർജന്റീന അവരെ പോരാട്ടം കാണിക്കുന്നത്. അതാണ് അർജന്റീന താരം. അത് ഒരു കഴിവൊരുക്കുണ്ട്, എന്തൊരു അതിനൊരു മാജിക് ഉണ്ട്. ഈ പറയുന്ന സ്പെയിൻ എഴുതാൻ കഴിയില്ല, അവരും ടിക്കി ടാക്കയിൽ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് മൂമെന്റില് ഓല ഗെയിം വെച്ച് പോകും. അതാണ് താരം. അർജന്റീനയുടെ മലപ്പുറത്ത് അറിയപ്പെടുന്ന ആരാധകരും വക്കീലുമായ ശ്രീ ഉപ്പുളം ഷൗക്കത്ത് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഷൗക്കത്ത് ഒന്നും ചോദിക്കുന്നില്ല, എങ്ങനെ ജയിക്കുന്നു പറഞ്ഞാൽ മതി. അതായത് ഇതിഹാസ താരത്തിന്റെ ഒരു ഐതിഹാസികമായ മടക്കം, ഫുട്ബോൾ പിന്നെ വിരാമം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അത് തീർച്ചയായിട്ടും നല്ലൊരു വിജയത്തിലൂടെ തന്നെ ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്പെയിൻ ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. നമ്മൾ സ്പെയിൻ ഒരു തരത്തിലും നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അർജന്റീനക്ക് കഴിഞ്ഞ മത്സരത്തിലുണ്ടായ വല്ലാത്തൊരു അഡ്വാൻറ്റേജ് നമുക്കറിയാം. അർജന്റീന തിരിച്ചു വന്ന മനോഹരമായൊരു ഗെയിമിലൂടെ ഇരമ്പിയാർന്ന് 2 ഗോള്, പിന്നെ 1 ഗോളിന് പിന്നിട്ട് നിന്ന് 2 ഗോള് തിരിച്ചടിച്ച് അർജന്റീന വന്ന ആ ഒരു ഗെയിം അർജന്റീന ടീമിന് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊരിക്കലും വിശ്വസിക്കാം. ഫുട്ബോൾ ലോകം തന്നെ ഇന്ന് അർജന്റീന ടീമിനെ വല്ലാതെ എതിർത്തുന്ന ആളുകൾ പോലും അർജന്റീനയുടെ ആരാധകരായി മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ആ മനോഹരമായ ഗെയിമാണ് അവർ കാഴ്ചവെച്ചത്. ഒരു തരത്തിലും ഒന്നും പറയാനില്ലാത്തൊരു ഗെയിമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും സ്പെയിന് നമുക്കറിയാം, ഒരു ഡിഫെൻസീവ് പ്ലേ കളിക്കുന്ന ഒരു ടീമല്ല സ്പെയിൻ. അപ്പോൾ അതുകൊണ്ട് മെസ്സിയെ പോലത്തെ ഒരു താരത്തിന് ഇന്ന് സ്പേസ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഡിഫൻസിൽ. മെസ്സി സ്പേസ് അതായത് സ്പെയിന് അവരെ ഡിഫൻസീവ് പിന്നെ 2 ഡിഫൻസീവ് പ്ലേയേഴ്സും അങ്ങനെ ഓവർലാപ്പിന് പോയി മുന്നോട്ട് കയറി കളിക്കുന്ന കളിക്കാരാണ്, നല്ല പ്ലേയേഴ്സുമാണ് അവരെ. പക്ഷെ എന്നിരുന്നാലും മെസ്സിക്ക് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കളിയിലുണ്ടാകുന്ന ഒരു നമുക്കറിയാലോ, ഒരു കളിയുടെ ഒരു മാറ്റം, ഒരു ഗതിമാറ്റം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോച്ച് ഓരോ കളിക്കും ഓരോ തന്ത്രങ്ങളാണ് സ്കാലോണി ഈ വേൾഡ് കപ്പിലുടനീളം കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങളും തീരുമാനങ്ങളുമാണ് കോച്ചിൻ്റെ ഓരോ നിമിഷങ്ങളിലും. പ്രത്യേകിച്ച് ഹാഫ് ടൈമിന് ശേഷം കോച്ച് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അർജന്റീനയുടെ ഈ വിജയഗാഥയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ചു. ഒരു സംശയമില്ല, കടുത്ത മത്സരമായിരിക്കും അത്. ഇന്ന് ലോക ഫുട്ബോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസ് അർജന്റീന ഗെയിം 70 മിനിറ്റ് സമയം അർജന്റീന കളിച്ച കളി, അതിനുശേഷം ഫ്രാൻസ് തിരിച്ചു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു ഗെയിം പ്രത്യേകിച്ച് സ്പെയിന് നമുക്കറിയാം ഫ്രാൻസിനെ മലർത്തിയടിച്ചാണ് അവർ വന്നത്. ഫ്രാൻസിനെ
നിലംപരിശാക്കിയാണ് ഫ്രാൻസ് പിന്നെ സ്പെയിന് ഫൈനലിലേക്ക് വന്നത്. അപ്പോൾ ഒരിക്കലും അവർ അവസാന നിമിഷം വരെ കീഴടങ്ങുന്ന ഒരു ടീമല്ല. മനോഹരമായ കളി ഒരു കാര്യം. ഏതാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ സുഹൃത്ത് ഷൗക്കത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഐതിഹാസിക താരത്തിന് ഒരു ഐതിഹാസികമായ യാത്രയപ്പ് കിട്ടണം എന്നുള്ളതാണ്. ഐ മീൻ അർജൻറ്റീന ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. പക്ഷേ സ്പെയിൻ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. നല്ലൊരു ടീമാണ്. നല്ല അർജൻറ്റീനയെ പോലെ തന്നെ സെറ്റപ്പുള്ള ടീം സ്പിരിറ്റും കോർഡിനേഷനൊക്കെ ഉള്ളൊരു ടീമാണ്. ആർക്കും ഈഗോ ഇല്ല ടീമിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ് അർജൻറ്റീന ഇങ്ങനെ ഈ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ജയിച്ച് കയറുന്നത്. അതേപോലത്തെ ഒരു ടീം തന്നെയാണ് സ്പെയിനും. അപ്പോൾ ലാസ്റ്റ് കളി ഇപ്പോൾ മെസ്സിക്ക് അഥവാ സ്പേസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 കളിയിൽ കണ്ടത് മെസ്സി പ്ലേ മേക്കർ റോളിലേക്ക് മാറുകയാണ്, ഗോൾ അടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കളിക്കാൻ മെസ്സി കഴിയും. പിന്നെ എല്ലാവരും പറയ പോലെ ഗ്രൗണ്ടിൽ നടക്കുകയാണ്, ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. കളിയിലൊന്നും കാര്യമില്ല. കാരണം ഗ്രൗണ്ടിൽ നടന്നാലും കളി ജയിക്കുക, ഗോള് പോസ്റ്റിലേക്ക് ആക്കുക, കളി ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമാണ് മെസ്സിൻ്റെ ടീമിൻ്റെയും ഇപ്പോഴത്തെ. ഇപ്രാവശ്യം ഗെയിം എന്ന് പറയുന്നത് നല്ല ടൈറ്റ് മാച്ചാവും. നല്ലൊരു കാണികൾക്ക് ഫുട്ബോൾ വേൾഡിലെ കാണികൾക്ക് നല്ലൊരു ഗെയിം ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ഏത് ടാക്ടിക്സ് ആയിരിക്കും സ്പെയിൻ പിന്തുടരുന്നുണ്ടാവുക? സ്പെയിന് ടാക്ടിക്സ് മാറും. അതായത് ഫസ്റ്റ് ഗെയിം മുതൽ, ഒന്നാമത്തെ ഗെയിം മുതൽ, ഗ്രൂപ്പ് ഘട്ടം മുതൽ ഈ സെമി വരെ കളിച്ച ഗെയിം ഓരോ ഗെയിം ചേഞ്ച് ചെയ്തതാണ്. ഫസ്റ്റ് 11 കളിക്കുന്ന പ്ലേയേഴ്സ് വരെ ചേഞ്ച് ചെയ്തിട്ടാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്. ഏത് ടാക്ടിക്സ് ഉപയോഗിക്കും, ഏത് ടെക്നിക്കൽ ഉപയോഗിക്കും എന്നുള്ളത് ഇന്ന് രാത്രിയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. അർജന്റീനയുടെ അവസാന 20 മിനിറ്റിലെ കളി ലോക്ക് ചെയ്യാൻ പറ്റുമോ സ്പെയിന്? അത് പ്രിഡൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് കളിച്ച 3 ഗെയിമും ഈജിപ്ത് അതേപോലെ ഇംഗ്ലണ്ട് ഇവരൊക്കെ കളിച്ച ലാസ്റ്റ് ഗെയിമും ഡിഫെൻസീവ് ഗെയിമാണ് കളിച്ചിട്ടുള്ളത്. അതായത് ഇവരെ കോർട്ടിൽ നിന്ന് അപ്പുറത്തെ കോർട്ടേക്ക് ബോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ അർജൻറ്റീനയ്ക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്കോർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് അവർ ആ സെക്കൻഡ് ഹാഫിലും അറ്റാക്കിങ് തുടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അർജൻറ്റീനയ്ക്ക് പരാജയം വരെ സംഭവിക്കും. പക്ഷേ നേരെ മറിച്ച് ഇതുവരെ ഡിഫെൻസീവ് കോർട്ടിന് മാത്രമാണ് കളി നടന്നിട്ടുള്ളത്. അറ്റാക്കിങ് ഗെയിം സെക്കൻഡ് ഹാഫിൽ വന്നിട്ടേ ഇല്ല. അത് പറയാൻ സാധിക്കില്ല. 2 ടീമും ഈക്വൽ ടീമായത് കാരണം ഇന്ന് നല്ലൊരു ഗെയിം നമുക്ക് ഫുട്ബോൾ ആരാധകർക്ക് നല്ലൊരു ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ സ്പെയിനാണ് പ്രതീക്ഷിക്കുന്നത്. സ്പെയിൻ്റെ ഡിഫൻസിലെ പൊളിക്ക് അർജന്റീനയ്ക്ക് കഴിയില്ല എന്നാണ് പ്രതീക്ഷ. എന്താണ് വാമോസ് അവരൊക്കെ? അപ്പൊ അർജന്റീന ഫാൻസ് എവിടെ? ലാസ്റ്റ് ഒന്ന് വാമോസ് വിളിച്ചതാക്കി, അതോ സ്പെയിനോ? സ്പാനിയോ? ഏതാ? സ്പെയിന്? അർജന്റീന? എത്ര അർജന്റീനക്കാരുണ്ട്? സ്പെയിൻകാരുണ്ടല്ലോ. എന്നാണെങ്കിലും മലപ്പുറത്ത് ആവേശം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. അർജന്റീനയോ സ്പെയിനോ എന്ന ചോദ്യത്തിൽ 2 ഉത്തരങ്ങളുണ്ടെങ്കിലും മത്സരം കടുത്തതാകും, ആവേശോജ്വലമാകുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. മലപ്പുറത്തും CB അനുമോ, ദി ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.